അപ്പോൾ നമ്മളിന്ന് വെറൈറ്റി ദോശ ഉണ്ടാക്കാൻ പോകുന്നു. ഞാൻ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. നല്ലപോലെ ചൂടാക്കിയ ശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ദോശ നല്ലതായിട്ട് ഇട്ടു. ദോശമാവ് കൂടുതൽ കട്ടിയായിട്ടിരിക്കാനും പാടില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഒണിയൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പം ഞാനിതിൽ കുറച്ച് സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില, കറിവേപ്പില ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ഒണിയൻ ഇട്ട് കൊടുക്കാം. ഇത് വഴറ്റിടേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തിട്ടിട്ടാൽ മതി. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് 1 ടീസ്പൂൺ നെയ്യോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നല്ലെണ്ണയോ നെയ്യോ എന്തെങ്കിലും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിതാ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. എണ്ണ അവോയ്ഡ് ചെയ്യുന്നവരാണെങ്കിൽ എണ്ണ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് വെടുത്ത് കിട്ടട്ടെ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വീട്ടിൽ ചമ്മന്തി പൊടി ഉണ്ടെങ്കിൽ, നമ്മൾ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ എടുക്കുമല്ലോ, ഈ പൊടി ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു 2 നുള്ള് അതിൽ ചേർത്തോളാം. അതൊരു ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് മതി. ഇത് ഓണിയൻ റോസ്റ്റിന് ഒരു 8 നുള്ളി ചേർത്താൽ മതി. പിന്നെ പൊടി ദോശ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുണ്ട്, അതിന് കുറച്ച് പൊടി ചേർക്കണം. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നമ്മൾ തീ കുറച്ച് വെച്ചോണ്ട് ഈ വശമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. തീ കൂട്ടി വെക്കുകയാണെങ്കിൽ പിന്നെ മധ്യഭാഗത്തൊക്കെ കറുത്തു പോകും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ മറിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും. നമുക്ക് തിരിച്ചിട്ടിട്ട് പ്ലേറ്റിലാക്കാം. കണ്ടോ, നമ്മുടെ ഓണിയൻ ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് വേറൊരു ദോശ ഉണ്ടാക്കാം. അടുത്ത് നമുക്ക് കല്ല് കുറച്ച് ഓയിൽ യൂസ് കൊടുക്കാം. തീ കൂട്ടണ്ട, തീ കുറച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് തേങ്ങ കൊണ്ടാണ് ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടോ, 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ എത്ര നിങ്ങൾക്ക് തേങ്ങ വേണോ അത്രയും വയ്ക്കാം. തേങ്ങ അരച്ചിട്ടൊക്കെ നമ്മൾ ദോശ ഉണ്ടാക്കും, പക്ഷെ ഇങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ദോശകളൊക്കെ. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ചമ്മന്തി പൊടി ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ പ്രസ് ചെയ്യണം എന്തെന്ന് വെച്ചാലേ, നമ്മൾ മറിച്ചിടുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും ഒക്കെ വെളിയിലായി പോകും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇത് വേണമെങ്കിൽ ശകലം 2 നുള്ള് നമുക്ക് ചമ്മന്തിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ചമ്മന്തിപ്പൊടി ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങളൊന്നും ചെയ്യാതിരിക്കരുത് കേട്ടോ. ചമ്മന്തിപ്പൊടി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. എപ്പോഴും നമ്മളെ വീട്ടിൽ ചമ്മന്തിപ്പൊടി കാണത്തില്ല. ഇതും കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ 1 ടീസ്പൂൺ, കുറച്ച് മതി. ഞാൻ 1 ടീസ്പൂൺ പോലും ചേർക്കുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ വരുന്നുള്ളൂ. വേഗട്ടെ, വെന്തോണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എടുത്ത് നോക്കണം കേട്ടോ, ഇളകി വരുന്നുണ്ടോ, എന്നിട്ട് വേണം മറിച്ചിടാനായിട്ട്. കണ്ടോ, നമ്മുടെ തേങ്ങ ഒന്നും പുറത്ത് വന്നിട്ടില്ല. അത് മാവ് ഒഴിച്ചോണ്ടേ തേങ്ങ ഇട്ടിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ വെളിയിൽ വരത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ കൂടുതൽ വേണമെങ്കിൽ ഇടാം. മറുവശവും കൂടെ വെന്ത് ഇട്ടിട്ട് നമുക്ക് മറിച്ചെടുക്കാം. കണ്ടു, നമ്മുടെ തേങ്ങ ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് വേറൊരു ടൈപ്പ് ദോശ ഉണ്ടാക്കാം. പൊടി ദോശ ഉണ്ടാക്കാം. ഓയിൽ ഗ്രീസ്, ഞാൻ ഇതുപോലത്തെ കട്ട വെച്ചാണ് ഓയിൽ ഗ്രീസ് ചെയ്യുന്നത് കേട്ടോ. സവാളയുടെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ അത് വെച്ച് ഗ്രീസ് ചെയ്യാം. പിന്നെ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ദോശ ഉണ്ടാക്കുന്നത് അതുപോലെ ചെയ്യാം. ഓക്കെ, അപ്പം പൊടി ദോശയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ കുറച്ച് പൊടി, അതായത് നമ്മുടെ ഈ ചമ്മന്തിപ്പൊടി തന്നെ വേണം. അത് കുറച്ച് കൂടുതലായിട്ട് വേണം. 1 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കയ്യിലെടുത്തിട്ട് സ്പ്രെഡ് ചെയ്തിടാം. എന്തെന്ന് വെച്ചാൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലായിടത്തും ഇങ്ങനെ ആയി കിട്ടത്തില്ല, അതാണ് കാരണം. ഓക്കെ, പൊടി ദോശ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട. ഞാൻ ഇപ്പോൾ 1/2 ടീസ്പൂണേ ഇട്ടുള്ളൂ കേട്ടോ. 1/2 ടീസ്പൂൺ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്, കൂടിപ്പോയി. ഓക്കെ, ഇതിൽ നമുക്ക് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി. പൊടി ദോശയ്ക്ക് ഇത് കൂടുതൽ ആവശ്യമില്ല. ഒണിയൻ ദോശയ്ക്കാണ് നമ്മൾ കൂടുതലായിട്ട് ചേർത്തത്. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചോണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ദോശ നല്ല രീതിയിൽ കിട്ടത്തില്ല, കരിഞ്ഞൊക്കെ പോകും. അപ്പോഴേ ഇതിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും കൂടെ വെന്ത് കിട്ടട്ടെ. മറിച്ചെടുക്കാം. കണ്ടോ, നമ്മുടെ പൊടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ലതായിട്ട് തന്നെ ദോശ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് എഗ്ഗ് ദോശ, മുട്ട ദോശ ഉണ്ടാക്കാം. കുറേ ദോശകൾ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും കാണിക്കുന്നതേ ഉള്ളൂ. എഗ്ഗ് ദോശ, ഇതിൽ 1 മുട്ടയോ 2 മുട്ടയോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർത്ത് ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം. മുട്ട കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ കൊടുക്കണം, നല്ലതാണ്. അപ്പം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിലരാണെങ്കിൽ കലക്കി ഒഴിച്ചു കൊടുക്കും അതിൽ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ നമ്മൾ കട്ട് ചെയ്തതിൽ ബാക്കി കുറച്ചുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എഗ്ഗ് ദോശയ്ക്ക് സാധാരണ മുട്ട മാത്രം മതി. ചിലർ പിന്നെ ഈ ചമ്മന്തി പൊടി ഉണ്ടെങ്കിൽ ചേർക്കും, തേങ്ങയൊക്കെ ചേർക്കും കേട്ടോ. നമ്മളിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, മുട്ട മാത്രം മതി. ഞാനിവിടെ ഇതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നുകൊണ്ട് അതിട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വെന്ത് കിട്ടട്ടെ. വെന്ത് കിട്ടതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കും. നമ്മൾ ഓയിൽ ചേർക്കാൻ മറന്നുപോയി. ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഓയിൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഓയിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിതും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. കേട്ടോ, നമ്മൾ സാധാരണ രീതിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദോശ ഇങ്ങനെ കിട്ടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചെടുക്കാം. കണ്ടോ, നമ്മുടെ മുട്ട ദോശയും സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ.